മണ്ണും മനസ്സും തൊട്ടീ നാടിൻ സർഗപ്രതിഭകൾ അക്ഷരം ഭാവസുന്ദരം ചിത്രകം സ്വപ്നചാരുവാം ഭാവനാലോകവും മർത്യഭാഷ തൻ മഹിതമാം ചരിതവും ഹൃത്തിലെഴുതുന്ന പ്രതിഭാപ്രഭാവം സർഗപുഷ്പസുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം സർഗപുഷ്പസുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം. നമസ്കാരം. കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ സർഗപുഷ്പങ്ങളുടെ സുഗന്ധം നിറയുന്ന സൗഹൃദവേദിയിലേക്ക്, കാവ്യസൗഹൃദത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. കാവ്യസൗഹൃദത്തിന്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് ചിത്രശില്പകലാരംഗത്ത് 4.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി തൃക്കരിപ്പൂർ സ്വദേശിയും ഇപ്പോൾ ചമ്രകാനത്ത് ചിത്രശില്പകലാ വിദ്യാലയം നടത്തുന്ന രവീന്ദ്രൻ തൃക്കരിപ്പൂർ. ചിത്രശില്പകലാരംഗത്തെ ഈ വിസ്മയ പ്രതിഭയുടെ കലാവഴികളിലൂടെ, ജീവിത വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം ഈ സൗഹൃദവേദിയിൽ. കാവ്യ സൗഹൃദത്തിലേക്ക് രവീന്ദ്രൻ തൃക്കരിപ്പൂരിന് സ്നേഹസ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. ഹൃദയത്തിന്റെ രൂപമെന്ത് എന്ന കാൽപ്പനികമായ സമസ്യയ്ക്ക് രൂപരഹിതം എന്നായിരിക്കും ഉത്തരം. എന്നാൽ കാൽപ്പനികതയ്ക്കപ്പുറം ഒരു പൊരുളുത്തരം ശാസ്ത്രം ഒരുക്കി വയ്ക്കുന്നു. ഉയരുനാമ്പിടുന്ന അജ്ഞാത നിമിഷം മുതൽ ഉയർനീർ വറ്റുന്ന നിമിഷം വരെ വിശ്രമരഹിതമായി പ്രവർത്തിക്കുന്ന ഒരവയവം, അതാണത്. കണ്ണൂർ മെഡിക്കൽ കോളേജ് ഹൃദയാലയത്തിന് മുന്നിലെത്തുന്ന രോഗിയിലും കൂട്ടിരിപ്പുകാരിലും ഹൃദയത്തിന്റെ കാൽപ്പനികാർത്ഥം തുടിക്കുന്നുണ്ടാകുമോ? ചിലപ്പോൾ ഉണ്ടാകാം. എങ്കിലും ഹൃദയാലയത്തിനു മുന്നിലെ മനുഷ്യഹൃദയത്തിന്റെ കൂറ്റൻ ശില്പം കാഴ്ചക്കാരനിൽ ഉണർത്തുന്നത് ആ മനുഷ്യ അവയവത്തിന്റെ പ്രാധാന്യബോധ്യമാണ്. അതിനപ്പുറം ആ ശില്പപൂർണതയുടെ കലാചാരുതയാണ്. കാഴ്ചക്കാരന്റെ കണ്ണിന്റെ കൗതുകത്തെ അതിനപ്പുറത്തെ കൗതുകത്തോടെ ചില്ലുജാലകത്തിനകത്തു നിന്നും നോക്കുന്ന ഒരാളുണ്ട്. അയാളാണ് ആ ഹൃദയശില്പത്തിന്റെ ശില്പി രവീന്ദ്രൻ തൃക്കരിപ്പൂർ. ശില്പകലയെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന കാൽപ്പനികതയുടെ കൂട്ടുകാരൻ, ചിത്രശില്പ കലാകാരൻ. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി മെഡിക്കൽ കോളേജുകളിൽ വൈദ്യശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾക്കായി മനുഷ്യ ശരീരാവയവങ്ങളുടെ മാതൃകകൾ രൂപകൽപ്പന ചെയ്ത് രവീന്ദ്രൻ ഒരുക്കിയ മ്യൂസിയങ്ങൾ നിരവധി. മരുന്നു മണക്കുന്ന ആംബുലൻസിന്റെ സൈറൻ നിർത്താതെ മുഴങ്ങുന്ന ആശുപത്രിയിൽ കലയ്ക്കെന്ത് സ്ഥാനം എന്ന് ശങ്കിക്കാൻ വരട്ടെ. പ്രശസ്ത ശില്പി രവീന്ദ്രൻ തൃക്കരിപ്പൂർ പറയും കലയുടെ ആരോഗ്യശാസ്ത്ര വഴികൾ. വടക്കൻ കേരളത്തിലെ കലാവിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായി, മാതൃകയായി ഒരു ചിത്രശില്പകലാ അക്കാദമി കയ്യൂർ ശിമേനി പഞ്ചായത്തിലെ ചമ്രകാനത്ത് അദ്ദേഹം രൂപകൽപ്പന ചെയ്തു. അങ്ങനെ കലാവിദ്യാർത്ഥികളുടെ വഴികാട്ടിയായ ഒരു കലാധ്യാപകൻ, കലയുടെ വേറിട്ട വഴികൾ തിരഞ്ഞെടുത്തത് സാഹസികമായി സഞ്ചരിക്കുന്ന ഒരു കലാ പര്യവേഷകനായിട്ടാണ്. രവീന്ദ്രൻ തൃക്കരിപ്പൂർ എന്നറിയപ്പെടുന്ന MV രവീന്ദ്രന്റെ കലയുടെ അത്ഭുത വികാസ പരിണാമങ്ങൾ നമുക്ക് കേട്ടറിയാം, കണ്ടറിയാം കൗതുക കണ്ണുമായി ഈ കാവ്യസൗഹൃദ വേദിയിൽ. രവീന്ദ്രൻ തൃക്കരിപ്പൂര് ഈ മേഖലയിൽ, പ്രത്യേകിച്ച് ചിത്രരചന, ശില്പരചന മേഖലയിൽ വ്യാപരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 4.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ഇന്ന് ഒരുപാട് സർഗധനരായ ശിഷ്യസമ്പത്തും അങ്ങേക്കുണ്ട്. ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരാനുള്ള, അല്ലെങ്കിൽ തൻ്റെ മേഖല, തൻ്റെ കലാസപര്യ ഈ തട്ടകമാണ് എന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് പേപ്പർ കൊണ്ട് പല മോഡലുകൾ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അപ്പോഴത്തെ ആ ടീച്ചേഴ്സ് എനിക്ക് നല്ലൊരു പ്രോത്സാഹനം തന്നു. പിന്നീട് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും മനോഹരമായ ഒരു കഥകളി ശില്പം ചെയ്തു. അത് ഇന്നും ഒരു തൃക്കരിപ്പൂർ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 6ാം ക്ലാസ്സിൽ നിന്ന് നിരവധി തെയ്യങ്ങളുടെ ശില്പങ്ങൾ ചെയ്തു. 7, 8, 9 ക്ലാസ്സുകളിൽ നിന്ന് നിരവധി ശില്പങ്ങൾ ചെയ്തു. അതൊക്കെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 9ാം ക്ലാസ് ചെയ്തതും 8ാം ക്ലാസ് ചെയ്തതുമായിട്ടുള്ള ശില്പങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് നിരവധി വിവിധ മേഖലകളിലുള്ള ആളുകൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു. തീർച്ചയായിട്ടും ആ 10ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് അരങ്ങിൽ ശ്രീധരൻ അന്ന് എൻ്റെ ശില്പ പ്രദർശനം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എൻ്റെ ഒരു ആദ്യത്തെ ഗുരുവാരാണ് ഈ മേഖലയിൽ. എനിക്ക് ഈ മേഖലയിലേക്ക് ഈ കൂടുതൽ പ്രചോദനമായത്
എന്നെ 5ാം ക്ലാസ് പഠിപ്പിച്ച പ്രഭാകരൻ മാസ്റ്ററാണ്. അത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ക്രാഫ്റ്റിന്റെ അധ്യാപകനാണ്. ഡ്രോയിങ്ങിന്റെ. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് UP സ്കൂൾ പഠിക്കുമ്പോഴാണ് ആ ഒരു പ്രചോദനം. മാഷ് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കാണാനും, അപ്പൊ മാഷ് എന്റെ കഴിവ് വെച്ചിട്ട് മാഷ് ആ ചിത്രങ്ങളൊക്കെ തന്നെ എന്നെ അന്ന് 5ാം ക്ലാസ് പഠിക്കുന്ന എന്നെ ആ ചുമരുകളിലൊക്കെ നിറഞ്ഞു നിന്ന മത്സ്യവും മറ്റ് ഒരുപാട് ചിത്രങ്ങൾ വരക്കാൻ പ്രഭാകരൻ മാഷ് എന്നെയും കൂടി അന്ന് ഉൾപ്പെടുത്തി. അതെ, ഈ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലം എവിടെയായിരുന്നു? തൃക്കരിപ്പൂരായിരുന്നു. അവിടെ തന്നെയായിരുന്നു. അന്ന് സ്കൂൾ കലോത്സവങ്ങളിലും മറ്റൊക്കെ ചിത്രരചനയിലും ഒക്കെ പങ്കെടുത്തില്ല? ഞാൻ അന്ന് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ സംസ്ഥാന ശില്പ രചനയില് 1ാം സമ്മാനം കാരനായിരുന്നെങ്കിലും അത് ചെറിയൊരു വിഷയം കൊണ്ട് മാറിപ്പോയി എന്ന് തന്നെ പറയാം. അതിന്റെ നേർ സാക്ഷിയാണ് കൊടക്കാട് ഗോവിന്ദൻ മാസ്റ്റർ. അദ്ദേഹം KG കൊടക്കാട്. അന്ന് അദ്ദേഹം വളരെ ശക്തമായ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തുകയുണ്ടായി. പിന്നീട് ചിത്രകല ഔദ്യോഗികമായി അല്ലെങ്കിൽ ഔപചാരികമായി ചിത്രകല പഠിക്കണം എന്നുള്ളൊരു തീരുമാനം, അത് ഹൈസ്കൂൾ പഠനകാലത്തിന് ശേഷം തന്നെ ചിത്രകല പഠിക്കാൻ തീരുമാനിച്ചിരുന്നു? അല്ല അതിനുശേഷം ഡിഗ്രി കാലയളവ്? അല്ല, തീർച്ചയായും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൈസ്കൂൾ കഴിഞ്ഞ അപ്പോൾ തന്നെ നമ്മുടെ YMCK കുഞ്ഞികൃഷ്ണക്കുറുപ്പ്, അതായത് നമ്മുടെ ചെറുവത്തൂർ കുട്ടുമത്തിന്റെ കുടുംബമാണ് YMCK കുഞ്ഞികൃഷ്ണക്കുറുപ്പ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, രവീന്ദ്രനെ എന്തായാലും ഫൈൻ ആർട്സ് കോളേജിൽ പോകുന്നതാണ് നന്നാവുക, അതുകൊണ്ട് ഫൈൻ ആർട്സിൽ പോകാൻ നമുക്ക് കാനായി ആയിട്ടൊന്ന് ഇടപെടാം. കാനായി. അങ്ങനെ കാനായി സാർ എന്റെ വീട്ടിലേക്ക് പോവുകയാണ് 1983. അപ്പൊ അദ്ദേഹവുമായി പരിചയപ്പെട്ടപ്പോൾ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ ചേർക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് കാസർഗോഡ് ഏറ്റവും അടുത്തത് തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജ് ആയതുകൊണ്ട് പിന്നീട് ഞാൻ തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവിടെയാണ് പിന്നെ പഠിച്ചത്. അവിടെ എത്ര വർഷത്തെ പഠനം? മൊത്തം ഞാൻ 7 വർഷം ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ആദ്യം 2 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ്, പിന്നെ 4 ഇയർ ഡിപ്ലോമ കോഴ്സ്, 5 ഇയർ നാഷണൽ ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ്, 2 ഇയർ നാഷണൽ ഡിപ്ലോമ കോഴ്സ്. അങ്ങനെ 7 വർഷമാണ് ഈ മേഖലയിൽ പഠിച്ചത്. ആ പഠന കാലഘട്ടത്തിൽ തന്നെ അങ്ങ് ഒരുപാട് ശില്പങ്ങളും ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. ശില്പ മ്യൂസിയങ്ങളൊക്കെ 16ാമത്തെ വയസ്സിലാണ് മറ്റും അങ്ങ് ഒരുപാട് ശില്പങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു അനുഭവം? അതായത് അന്ന് സാമ്പത്തികമായി വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ സമയത്ത് തന്നെ സാമ്പത്തികം ഉണ്ടാക്കണം, അല്ലെങ്കിൽ കുടുംബത്തെ നോക്കണം എന്നുള്ളൊരു ചിന്തയും കൂടെ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് ആയിട്ട് ഈ ജഗൽഗുരു ശ്രീ ശങ്കരാചാര്യ, മുത്തപ്പൻ, തിരുവപ്പൻ, ദുർഗാദേവി, അങ്ങനെ നിരവധി ശില്പങ്ങൾ ചെയ്ത്. ഇതിന്റെ മെറ്റീരിയൽ അല്ല ഫൈബർ, ഇതാണ് പേപ്പർ പൾപ്പ്. അന്ന് ചെയ്ത മുഴുവൻ പേപ്പർ പൾപ്പാണ്. ആ പേപ്പർ പൾപ്പ് ചെയ്ത് ഈ മഹാന്മാരുടെ എല്ലാം അന്ന് ഒരുപാട് പൊളിറ്റിക്സ്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അതൊക്കെ വിറ്റുപോയി. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഹാൻഡിക്രാഫ്റ്റ് നമ്മൾ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള, എറണാകുളം, കണ്ണൂര്, കോഴിക്കോട്, തിരുവനന്തപുരം മുതലുള്ള എല്ലാ ഹാൻഡിക്രാഫ്റ്റിലും എന്റെ ശില്പങ്ങളും ചിത്രങ്ങളും ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായി. അതിന് ഈ നാഷണൽ ലെവലിലുള്ള ഹാൻഡിക്രാഫ്റ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഓഫീസ് കേരളത്തിൽ തൃശ്ശൂരാണുള്ളത്. അവിടെ ഡോക്ടർ നാരായണൻ ആയിട്ട് ഞാൻ പരിചയപ്പെടാനിടയായി. അപ്പൊ അദ്ദേഹം എൻ്റെ ഈ ശില്പങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മുഴുവൻ ഹാൻഡിക്രാഫ്റ്റിലും വാങ്ങിക്കാൻ ഇടയായി. അതിന് പ്രധാന കാരണം മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ അവാർഡിന് വേണ്ടി കേരളത്തിൽ നിന്ന് 1986 തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നെയാണ്. അപ്പൊ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ അവാർഡിന് തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡോക്ടർ നാരായണൻ സാറിനെ പരിചയപ്പെടാനും അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ. കേരളത്തിലെ ഈ പ്രശസ്തരായ ചിത്രകാരന്മാർ, പ്രത്യേകിച്ച് രാജേഷ് നമ്പൂതിരിയെ പോലുള്ള, മദനെ പോലുള്ള, അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ പരിചയപ്പെടാനോ ഉണ്ട്. മദനൻ ഞാനുമായിട്ട് വിവിധ പരിപാടിയിൽ തന്നെ ഉദ്ഘാടകനും ആശംസയൊക്കെ ആയിട്ട് അടുത്ത കാലത്ത് തന്നെ ഉണ്ടായി. മദനൻ ഞാൻ ഫൈൻ ആർട്സ് പഠിച്ച് 3rd ഇയർ ആയിരിക്കുന്ന സമയത്താണ് മദനെ മാതൃഭൂമിയിലേക്ക് ജോലി കിട്ടിയത്. അപ്പൊ അന്ന് മുതലേ മദനുമായിട്ട് അറിയാം. അവന് ആർട്ടിസ്റ്റ് നമ്പൂതിരിയായിട്ട് അറിയാം. MV ദേവൻ മാഷുമായിട്ട് പല ക്യാമ്പിലും, ദേശീയ ക്യാമ്പിലും അന്തർദേശീയ ക്യാമ്പിലും ഒക്കെ വന്നിട്ടുണ്ടായി. അത് MV ദേവൻ മാഷ് ഉൾപ്പെടെ, പൊറിഞ്ചുകുട്ടി സാർ ഉൾപ്പെടെ, കേരളത്തിലെ ഫൈൻ ആർട്സ് കോളേജ് തുടങ്ങിയതിന് പൊറിഞ്ചുകുട്ടി സാറാണ്. അധ്യാപകരായിട്ടുണ്ടോ ഇവരാരൊക്കെ? തൃശ്ശൂർ പഠിക്കുന്ന സമയത്ത് ഉണ്ട്. എന്റെ അധ്യാപകരെ കൂടെ തന്നെ ഞാൻ നാഷണൽ ക്യാമ്പിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ രാമേന്ദ്രൻ മാസ്റ്റർ, ബാലകൃഷ്ണൻ മാസ്റ്റർ അന്ന് സൂപ്രണ്ടായിരുന്നു ഫൈൻ ആർട്സ് കോളേജിന്റെ, അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മാവേലിക്കര ഫൈൻ ആർട്സ് കോളേജ് സൂപ്രണ്ട് TNC മേനോൻ, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്.
ദേശീയ ക്യാമ്പ്, സ്റ്റേറ്റ് ക്യാമ്പ്, നാഷണൽ ക്യാമ്പ്, ഇന്റർനാഷണൽ ക്യാമ്പ്, ഇതിലൊക്കെ തന്നെ ഇന്ത്യയിലെ പ്രമുഖ ശില്പികളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനുള്ള, ക്യാമ്പിൽ വർക്ക് ചെയ്യാനുള്ള, പ്രത്യേകിച്ച് കേരള ലളിതകലാ അക്കാദമിയുടെ ക്ഷണപ്രകാരം ക്യാമ്പുകളിൽ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഈ ശില്പകലാരംഗത്ത് വ്യാപരിക്കുമ്പോൾ അതിലുള്ള പ്രശസ്തരെ, ഇപ്പൊ കാനായുടെ കാര്യം നേരത്തെ പറഞ്ഞു, അങ്ങനെയുള്ള ആൾക്കാർ, കാനായി കുഞ്ഞിരാമൻ സാറിന്റെ കൂടെ പട്ടനാവൻ പിള്ളയുടെ ശില്പം ചെയ്യുമ്പോൾ ഞാൻ സഹായത്തിനുണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരം പോയാല് ആ കാലഘട്ടത്തിലൊക്കെ തന്നെ കാനായി സാറിന്റെ വീട്ടിലാണ് താമസിക്കാറ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രത്യേകിച്ച് നിങ്ങൾ ഒരു നാട്ടുകാരാവുമ്പോ ഉണ്ടാവുന്ന ഒരു വാത്സല്യം പറഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിരുന്നു. തീർച്ചയായിട്ടും കാനായി സാറ് യഥാർത്ഥത്തില് അദ്ദേഹത്തിന്റെ ശില്പരചന തുടങ്ങുന്നത് എന്റെ അച്ഛന്റെ അമ്മാവനിൽ നിന്നാണ്. എന്റെ അച്ഛന്റെ അമ്മാവനാണ് കാനായി സാറിന്റെ ആദ്യ ഗുരു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആയതിനു കൊണ്ട് തന്നെ 1973 എന്റെ അച്ഛന്റെ അമ്മാമനായിട്ടുള്ള കുഞ്ഞപ്പരിയോർമ്മക്ക് അദ്ദേഹം കേരള ലളിതകലാ അക്കാദമിയുടെ പ്രത്യേക പ്രശംസക്ക് അർഹനായിട്ടുണ്ട്. അത് കാനായി സാർ അന്ന് ചെയർമാനായിരുന്നു. അപ്പൊ കാനായി സാറിന്റെ കൂടെ തന്നെ എനിക്ക് പല രീതിയിലും നല്ല രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അടുത്ത ദിവസങ്ങളായി സംസാരിച്ചപ്പോൾ ആ തിരുവനന്തപുരം വേളിയിൽ ചെയ്ത ശില്പം മത്സ്യകന്യയുടെ തൊട്ടടുത്ത് ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് വെച്ചതുകൊണ്ട് അതിന് എതിരെ നല്ല രീതിയിൽ പ്രതികരിക്കണമെന്ന് കാനായി സാർ പറയുന്നുണ്ട്. കാരണം അത് കാസർഗോഡ് അമ്മയും കുഞ്ഞിന്റെയും ഒരു ശില്പം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അവിടെയും വലിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് പറയാം. കാരണം ഒരു ചിത്രകലയോ അല്ലെങ്കിൽ ശില്പകലയുടെ ചുറ്റുപാടുകളെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്തൊരു ഏതോ ഒരു എഞ്ചിനീയറാണ് അവിടെ ബിൽഡിംഗ് കെട്ടാൻ, ഈ പഞ്ചായത്തിന് മുന്നിലുള്ള ബിൽഡിംഗ് കെട്ടാൻ മുന്നോട്ട് വന്നതെന്നാണ് എനിക്കത് ശക്തമായി പറയാനുള്ളത്. കാരണം ഇത്രയും വലിയൊരു ശില്പത്തിന് മുൻപിൽ ഇങ്ങനെ ഒരു ബിൽഡിംഗ്, അതായത് ഒരടി ഗ്യാപ്പാണുള്ളത്. ശില്പം എങ്ങനെയാണ് കാണുന്നത്? അത് വളരെ, കാരണം ഈ ശില്പവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായി ചർച്ച ചെയ്തിട്ട് വേണം തൊട്ടടുത്ത ബിൽഡിംഗ് വരാൻ. ശില്പം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് കാണേണ്ട സാധനമാണ്. ഒരു പെയിന്റിംഗ് കാണുന്ന ഒരു 2 ഡൈമെൻഷൻ സ്പേസിലല്ല ഉള്ളത്. അതൊരു 3 ഡൈമെൻഷൻ സ്പേസിൽ വലിയ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് കാണേണ്ട സാധനമാണ് ശില്പം. അപ്പൊ അത്രയും, അത് മാത്രല്ല കാനായി സാറ് എന്ന് പറഞ്ഞാൽ കേരളശ്രീയൊക്കെ വാങ്ങിയ അദ്ദേഹത്തിന്റെ മഹനീയ ശില്പത്തിനെ ഭംഗം വരുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ മാറ്റ് കുറക്കുന്ന രീതിയിലാണ് ഇപ്പോ ജില്ലാ പഞ്ചായത്തിന് മുൻപിൽ ചെയ്ത ബിൽഡിംഗ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് സത്യം പറഞ്ഞാൽ അധികൃതര് വളരെ ലക്ഷ്യബോധമില്ലാതെ ചെയ്യുന്നൊരു പ്രവൃത്തിയായിട്ടല്ലേ ഇതിനെ കാണാതിരിക്കുക. ലക്ഷ്യബോധമില്ലാതെ മാത്രമല്ല, ആ ശില്പിയുടെ വാല്യൂ കാണാനുള്ള ശേഷി ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശില്പ ചിത്രകലാ അക്കാദമി ഒരുപക്ഷെ അങ്ങയുടെ ഒരു സ്വപ്ന പദ്ധതിയായിരിക്കാം. ചമ്പ്രകാനത്ത് ഇപ്പോൾ നിരവധി കുട്ടികൾക്ക് ഈ മേഖലയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ക്യാമ്പസ്, ഒരുപാട് കുട്ടികൾ, അത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ പല ഭാഗത്തു നിന്നും വരുന്ന കുട്ടികൾ, ആ ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അക്കാദമി എന്ന സ്വപ്നത്തിലേക്ക് എത്തിയത്? അതിന് കാരണം സത്യം പറഞ്ഞാല് ഈ മേഖലയിലുള്ള പ്രശസ്തരായ കലാകാരന്മാരൊന്നും തന്നെ വളരുന്ന വിദ്യാർത്ഥികളുടെ കലയിൽ വേണ്ടത്ര വളർത്തുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചിത്രശില്പകലാ അക്കാദമി ആരംഭിക്കുകയും 10 വർഷമായി ആരംഭിച്ചിട്ട് 8 വർഷത്തോളം 9 വർഷത്തോളം സൗജന്യമായിട്ടാണ് പഠിപ്പിച്ചത്. ഉച്ചഭക്ഷണമായാലും വൈകുന്നേരം, ഇവിടെ കുട്ടികൾ പോകുന്നത് രാത്രി 10 മണി 10:30 11 മണിയൊക്കെ ആവും കുട്ടികൾ പോകുമ്പോൾ, രാവിലെ വരുന്ന കുട്ടികൾ. അവർക്ക് വേണ്ടുന്ന എല്ലാ ഭക്ഷണവും ഞാൻ ഇത്രയും കാലം ഇവിടെ കൊടുത്തിരുന്നു. വലിയൊരു തുക പ്രതിമാസം അതിനു വേണ്ടി ചെലവ് വരുന്നുണ്ട്. ഇപ്പോഴും ഫീസ് ഇല്ലാതെ, ഫീസും ഇല്ല, ഒന്നുമില്ല, എല്ലാം സൗജന്യമാണ്. കുട്ടികൾക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് ഉൾപ്പെടെ ഈ 9 വർഷം സൗജന്യമായി കൊടുത്തിട്ടുള്ളതാണ്. ഇതൊന്നും ആരോട് പറഞ്ഞു, വലിയൊരു ബാധ്യതയുണ്ട്. പ്രതിമാസം 16,000-ലധികം രൂപ ഭക്ഷണത്തിന് മാത്രം കുട്ടികൾക്ക് ചെലവാക്കുന്നുണ്ട്. അതുപോലെ 10-22,000 രൂപയുടെ കളിമണ്ണ് ഒരു വർഷം ചെലവാക്കുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടുന്ന ഡെസ്ക്, ബെഞ്ച്, ബാക്ക്ഗ്രൗണ്ട് എല്ലാം, കാരണം കറണ്ട് ഉൾപ്പെടെയുണ്ട്. അതൊക്കെ നമ്മൾ തന്നെ എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ നമ്മളിപ്പോ പൊതുവെ ഈ സൗജന്യമായി കിട്ടുന്നതിന് വില ഇല്ലാതാവുന്ന ഒരു കാലമാണ്. നമ്മൾ എന്ത് കാര്യവും പൈസ കൂടുതൽ, ഇപ്പം നമ്മളൊരു വസ്ത്രം വാങ്ങിക്കുന്നത് പോലും അങ്ങനെയാണല്ലോ. കൂടുതൽ ക്വാളിറ്റി കുറഞ്ഞ വസ്ത്രമാണെങ്കിലും അത് കൂടുതൽ വില ഇട്ട് കിട്ടുമ്പോൾ അതിന് മാറ്റം കൂടുന്നൊരു കാലത്താണ്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സൗജന്യമായിട്ട് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ അത് നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും അത് ശരിയാണ്. കാരണം ഈ 8-9 വർഷം സൗജന്യമായി കൊടുത്തപ്പോൾ ചില പാരന്റ്സ് പറയുന്നത് കേട്ടു, മാഷക്ക് എന്തെങ്കിലും തുക വേറെ ഏതെങ്കിലും ഭാഗത്ത് ലഭിക്കാതെ മാഷ് സൗജന്യമായി പഠിപ്പിക്കുമോ എന്ന ഒരു ചർച്ച
ഞാൻ കാരണം നമ്മളെപ്പോഴും ദോഷൈക ദൃക്കുകളാണ് മലയാളികൾ അതെ. പ്രത്യേകിച്ച്. നമ്മളതിൽ ഗുണമല്ല, അതിലെന്ത് അതെ. അതിലെന്താ ഇതിങ്ങനെ സൗജന്യം പഠിക്കുന്നത്, ഇദ്ദേഹത്തിന് വേറെ ഫണ്ടിങ് ഉണ്ടാവും എന്ന് ചിന്തിക്കുന്ന ആ ഒരു സ്വഭാവമാണ്. അതെ, അങ്ങനെ ഒരു ചർച്ച കേട്ടതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഫീസ് ഘടന നിശ്ചയിക്കുകയും അതിനുശേഷം ഏകദേശം 1 വർഷമായിട്ട് ഇപ്പം ഫീസ് വാങ്ങിക്കുന്നുണ്ട്. LKG മുതൽ +2 വരെ വിവിധ രീതിയിലുള്ള ഫീസ് തന്നെയാണ് വാങ്ങുന്നത്. ഈ ചിത്രശില്പകല അക്കാദമി എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് സ്ഥാപനമാണ്, ട്രസ്റ്റാണ്. മാത്രമല്ല ഇപ്പം അടുത്ത ഈ മാസം നമുക്ക് കേരള സർക്കാരിന്റെ അംഗീകൃത കോഴ്സ്, ഫൈൻ ആർട്സ് കോഴ്സ് നടത്താൻ വേണ്ടി കേരള സർക്കാരിന്റെ അംഗീകാരം കിട്ടി. ഇപ്പോൾ നിലവിൽ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം എന്ന അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ചിത്രശില്പകലാ അക്കാദമി. ജൂൺ മാസം മുതൽ 18 വയസ്സ് അല്ലെങ്കിൽ SSLC പാസ്, +2 പാസ് ആയ 40 വയസ്സിന് താഴെയുള്ള ആളുകളൊക്കെ ഇവിടെ വിദ്യാർത്ഥികളായി വരാൻ പറ്റാവുന്നതാണ്. 2 വർഷത്തെ കണ്ടിന്യൂ കോഴ്സാണ് ആരംഭിക്കാൻ പോകുന്നത്. കണ്ണൂർ ജില്ലയിൽ ഇതുപോലുള്ള സ്ഥാപനം പറയുന്നു. കണ്ണൂർ ജില്ലയിലുണ്ട്. ഉണ്ടല്ലേ? അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഡിപ്ലോമ കോഴ്സാണോ? സർട്ടിഫിക്കറ്റ് കോഴ്സ് തന്നെയാണ്. അതുപോലെ അങ്ങയുടെ ഈ അക്കാഡമി പ്രവർത്തനം പോലെ തന്നെ അങ്ങയുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രവർത്തനമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ ഭാഗമായിട്ട് അവിടുത്തെ ഈ മനുഷ്യ അവയവങ്ങളുടെ ഒരു വലിയ കളക്ഷൻ അങ്ങ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, കേരളത്തിലെ പുറത്തുള്ള മെഡിക്കൽ കോളേജുകളിലെയും ഇങ്ങനെയുള്ള ഒരു മ്യൂസിയം അങ്ങയുടേതായിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിന്റെ ആ ഒരു വർക്കിനെ പറ്റി. അത് ശരിയാണ്. ഏകദേശം മെഡിക്കൽ മേഖലയിൽ 30 വർഷത്തെ പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. അത് പ്രത്യേകിച്ച് അനാട്ടമി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ, അതായത് ശരീരശാസ്ത്രം പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? എത്താണ്ടായ കാരണം, ഞാൻ വിദേശത്തായിരുന്നു ഉണ്ടായത്. ഒമാൻ രാജാവിന്റെ കൊട്ടാരം ഡിസൈൻ ചെയ്യാൻ പോയി. അവിടുന്ന് നാട്ടിൽ വന്നപ്പോ അത് 28 വയസ്സിൽ അതിലേക്ക് പോവാൻ ഒമാൻ രാജാവിന്റെ കൊട്ടാരം ഡിസൈൻ ചെയ്യാൻ പോകാൻ ഇടയൊക്കെ സാഹചര്യം എന്ന് പറയുന്നത് തൃശ്ശൂർ തിരുവമ്പാടി ക്ഷേത്രം, നമുക്കറിയാം പൂരം നടത്തുന്ന അമ്പലമാണ് തിരുവമ്പാടി പാറമേക്കാവ്. അപ്പോൾ തിരുവമ്പാടിയിൽ ഞാൻ വലിയ ഗീതോപദേശം, അനന്തശയനം, അതുപോലെ നിരവധി ശില്പങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒമാൻ രാജാവിന്റെ കൊട്ടാരം ഡിസൈൻ ചെയ്യിപ്പിക്കുന്ന അതിന്റെ ഏറ്റവും വലിയ ഒരു ഉന്നത MD എന്ന് വേണം പ്രസ്ഥാപനത്തിന്റെ, അദ്ദേഹം ഈ അർബാബുമാണ് അതിന്റെ സ്പോൺസർ. അപ്പൊ അദ്ദേഹം ഈ തിരുവമ്പാടിയിൽ വന്ന് തൊഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം എന്നെ കാണുന്നത്, ഞാൻ ശില്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ ശതകോടീശ്വരൻ ഒരാളാണ്. അപ്പൊ അദ്ദേഹം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ എന്നോട് പറഞ്ഞു, 1 മിനിറ്റ് സംസാരിക്കാൻ സമയം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ച്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒമാൻ രാജാവിന്റെ കൊട്ടാരം ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒമാനിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങളെപ്പോലത്തെ ഒരാളെ തിരയുന്നത് 20 വർഷമായി, ആയതുകൊണ്ട് നിങ്ങൾ വരണം, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ഒരു ഫോട്ടോ പാസ്പോർട്ട് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ജോലി ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് തിരുവമ്പാടി രാത്രി വന്നിട്ട് ആർട്ടിസ്റ്റ് മോഡലായി. അത് അവിടെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലാണ് അവിടെ ജോലി ചെയ്തത്, പെരിയാരത്ത് അനാട്ടമി ഡിപ്പാർട്ട്മെന്റ്. അന്ന് ഈ കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പ് തന്നെ മറ്റു മെഡിക്കൽ കോളേജിൽ ഇതേ മ്യൂസിയം വർക്ക് ആദ്യം കോട്ടയത്തായിരുന്നു. അപ്പൊ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒമാനിലേക്ക് പോകുന്നത്. അവിടുത്തെ പിന്നെ കൊട്ടാരത്തിന്റെ വർക്കുകൾ എന്തെല്ലാം? അത് വളരെ സംഭവമാണ്. കാരണം ഞാനത് ഒമാൻ രാജാവിന്റെ കൊട്ടാരം എന്ന് പറയുന്നത് 24 കാരറ്റിന്റെ ഗോൾഡ് കൊണ്ടാണ് ഡിസൈൻ മുഴുവൻ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം അതിന് ഡിസൈൻ എന്ന് പറഞ്ഞാല് പാലസിനകത്തിലെ ഇന്റീരിയലിന്റെ മുഴുവൻ ഡിസൈനും ഞാൻ എൻ്റെ കൈ കൊണ്ട് സ്കെച്ചിട്ട് അത് കുറെ ആർട്ടിസ്റ്റുകൾക്ക് കൊടുത്ത് അവിടെ മനോഹരമായി കാർവ് ചെയ്യണം. അതൊക്കെ ചെക്കിംഗ് ഒക്കെ എന്റേതാണ്. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിട്ട് അത് ഇറ്റലിയിൽ നിന്ന് ഇന്റർനാഷണൽ ആർക്കിടെക്ട് വന്ന് ഓക്കെ ആക്കണം ഓരോ പീസുകളും. അപ്പൊ ഞാൻ പോകുന്നവരെ 100 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നേ ഓക്കെ ആകാറുള്ളൂ. പക്ഷെ ഞാൻ പോയതിനു ശേഷം 100 എണ്ണം ഉണ്ടായാൽ 100 ഓക്കെ ആവും. അതിനുശേഷം അങ്ങോട്ട് കൊണ്ടാകാറില്ല, സാധാരണ അങ്ങോട്ട് കൊണ്ടുപോകും. ഇത് പിന്നീട് അദ്ദേഹം ഈട് വന്ന് നോക്കലാണ്, നോക്കിയെല്ലാം ഓക്കെ ആവും. അപ്പൊ അത് നോക്കിയതിന് ശേഷം അതിന് വലിയ ഡേ ഉണ്ടാക്കി അത് ചെയ്ത് സെറ്റ് ചെയ്യാനും വേറെ ആളുണ്ടാവും. എന്റെ കീഴിലേശം ഒരു 10-80 BFAക്കാരും MFAക്കാരും തന്നെ ആർട്ടിസ്റ്റുകളായിട്ടുണ്ടായി. അപ്പോൾ അവരൊക്കെ ചെയ്ത് എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം 24 കാരറ്റിന്റെ ഗോൾഡ് കൊണ്ട് അതിന്റെ മുകളിൽ പൂശൽ എന്ന് പറഞ്ഞാൽ ലീഫാണ്, ഗോൾഡ് ലീഫ്. ആ ലീഫൊന്നും ഞാൻ ഇന്ന് കേരളത്തിൽ ഇത്രയും കാലമായിട്ടും കണ്ടിട്ടില്ല. പക്ഷെ കണ്ടിട്ടുണ്ട് മൈസൂർ കൊട്ടാരത്തിനകത്ത് ആ ഗോൾഡ് ലീഫ് കൊണ്ട് ആ കാലത്ത് ചെയ്തത്. പണ്ടത്തെ അത് ജർമ്മന്റെ ആണ് ഈ ഗോൾഡ് ലീഫ്. ഈ ഗോൾഡ് ലീഫ് തന്നെയാണ് ജർമ്മന്റെ ആണ് പാലസിനകത്ത് ഉപയോഗിക്കുന്നത്. മൊത്തം പാലസ് എന്ന് പറഞ്ഞാൽ മൊത്തം 24 കാരറ്റിന്റെ ഗോൾഡിന്റെ പ്രളയം ഉള്ള സ്ഥലമാണ്. എവിടെയും ഏത് റൂമിനകത്തും ഗോൾഡ് ഇല്ലാത്ത ഒരു റൂമും ഇല്ല. അത് പിന്നെ ഞാൻ പാലസിനകത്ത് വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയത് ഒരു ഒമാൻ രാജാവിന്റെ കൊട്ടാരത്തിനകത്ത്
രാജകീയമായ ഇത് പറഞ്ഞുകൂടാ എന്തുകൊണ്ടാ അദ്ദേഹത്തിന്റെ കിടക്കിൽ ഞാൻ കിടന്നിട്ടുണ്ട് എന്നുകൊണ്ട് അയാള് വിസിറ്റിന് പോയി. അപ്പൊ ഞാനല്ലേ ഈ കട്ടിലിന്റെ മൂലക്കൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ കയറി കിടക്കും. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന അത്തർ, കാരണം ഓരോ രാജ്യത്തിനും ഓരോ സുൽത്താനും അല്ലെങ്കിൽ ഓരോ ഭരണാധികാരിക്കും ഓരോ അത്തർ മാത്രമേ ഇറക്കുള്ളൂ. അപ്പം ഖത്തറിനാണ് ഒന്ന് മാത്രം, ദുബായിക്ക് വേറെ, അവര് ഒരു ലോകത്തൊരു സ്ഥലത്ത് അത് വരൂല. ഒമാന്റെ രാജാവിനുള്ളത് ഒമാൻ രാജ്യത്തിന് മാത്രമാണ്. അതുവരെ ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഗ്രാമത്തിന് പോയ എനിക്ക് അങ്ങനെ ഒരു രാജാവിന്റെ സർവ്വ സൗകര്യങ്ങളും, പിന്നെ ഞാൻ ചെയ്ത പെയിന്റിങ്സ് ഉണ്ട്. ഒമാന്റെ ഹൃദയം. ഈ ഒരു പ്രവർത്തനം എത്ര വർഷം ഉണ്ടായിരുന്നു? 3 വർഷം. 3 വർഷം കഴിഞ്ഞ് അവിടുന്ന് നിങ്ങൾക്ക് എന്തായിരുന്നു ഒരു പാരിതോഷികം? ഇല്ല, എനിക്ക് പ്രതിമാസ ശമ്പളം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ എന്റെ ഇഷ്ടത്തിൽ വന്നിട്ട് പോകുമ്പോൾ 3 വർഷത്തെ വിശുദ്ധി ഉണ്ടായി. ഞാനിവിടെ വന്നപ്പോൾ തന്നെ മുളേരിയ വെക്കേഷൻ ഹയർ സെക്കൻഡറിയിലേക്ക് എനിക്ക് ഒരു അപ്പോയിന്റ് വരികയും ഞാൻ പിന്നെ ഒരു രസമായിട്ട് അവിടെ പോയി ജോയിൻ ചെയ്യുകയും ചെയ്തു. അവിടെ നിന്ന് ഒരു 15 ദിവസം ഒരു 3 മാസം കഴിയുമ്പോഴാണ് പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് ഇന്റർവ്യൂ വിളിക്കുന്നത്. പെരിയാരം മെഡിക്കൽ കോളേജില് പിന്നെ ഈ ഏത് വർഷം? പെരിയാരം മെഡിക്കൽ കോളേജ് 1994 ജോയിൻ ചെയ്തു. ഞാൻ വിരമിച്ചത് ഇപ്പൊ കഴിഞ്ഞ വർഷമാണ്. 1 വർഷം തികഞ്ഞിട്ടില്ല, 1 വർഷം തികയാറാകുന്നു. അപ്പോ കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടാണ് ഞാൻ റിക്രൂട്ട് ചെയ്തത്. മ്യൂസിയം കം ഫോട്ടോഗ്രാഫിക് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് അസിസ്റ്റന്റ് അതേ സമാന. ഇതിനു മുമ്പ് മറ്റേ ഏതൊക്കെ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തു? ഇല്ല, മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജും പെരിയാർ മെഡിക്കൽ കോളേജും. അപ്പൊ മറ്റ് മെഡിക്കൽ സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജിലൊക്കെ ഈ മ്യൂസിയം അതിൽ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് മ്യൂസിയത്തില് ഈ MBBS വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ ഹ്യൂമൻ അനാറ്റമി, നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ഫീറ്റസ് ഉൾപ്പെടെ ഒരു സ്പെസിമെൻ ഉൾപ്പെടെ ഒരു സ്പെസിമെന്റെ വലുപ്പത്ര, അതെങ്ങനെ, അതിന്റെ ക്രോസ് സെക്ഷൻ എന്ത്, അതിന്റെ അകത്തൊക്കെ എന്തുണ്ട്, അത് പിന്നീട് എങ്ങനെയാണ് അണ്ടവുമായി യോജിക്കുന്നത്, അതും മുതൽ ഒരു കുട്ടി മാറി പിറന്ന് വരുന്നത്. അതെ. പിന്നെ അതിന്റെ അകത്ത് ഓരോ ഫീറ്റസിനകത്ത് എങ്ങനെയാണ് ഹൃദയം ഉണ്ടാകുന്നത്, വളരെ അതിശയം, ഭയങ്കരം. നമുക്ക് വളരെ വളരെ ഒരുപാട് കാര്യങ്ങൾ ഈ അനാറ്റമി സ്ട്രക്ചർ ഇങ്ങനെയുള്ള രൂപങ്ങള്, പിന്നെ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളുടെ രൂപങ്ങള് ഉണ്ടാക്കാനുള്ള അതിലേക്ക് എത്തിച്ചേർന്ന് എങ്ങനെയാണ്? ഇല്ല, എന്റെ പോസ്റ്റിംഗ് അതാണ്. മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചു. അത് പിന്നെ ഫൈൻ ആർട്സ് കഴിഞ്ഞ ഒരാൾക്ക് മെഡിക്കൽ കോളേജിലെ ആർട്ടിസ്റ്റ് ആയിട്ട് പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് മോഡലർ, ഈ 2 പോസ്റ്റാണ് ഉള്ളത്. അതിന്റെ പ്രൊമോഷൻ പോസ്റ്റാണ് മ്യൂസിയം കം ഫോട്ടോഗ്രാഫിക് അസിസ്റ്റന്റ്. മ്യൂസിയം ക്യൂറേറ്റർ മേലെയുള്ള ഒരു പോസ്റ്റാണ്. അപ്പോ നമ്മളത് ചെയ്യുമ്പോൾ അതാത് ബന്ധപ്പെട്ട പ്രൊഫസേഴ്സ്, ഡോക്ടേഴ്സ് എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ചർച്ച ചെയ്ത് വിവിധ ബുക്കുകൾ ഒബ്സർവ് ചെയ്ത് അത് ചെയ്തതിന് ശേഷം വീണ്ടും പ്രൊഫസേഴ്സ് ഇരുന്ന് അതിന്റെ കറപ്ഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ചെയ്യുക. കാരണം പ്ലാസ്റ്റർ ഓഫ് പാരീസും ഫൈബർ ഗ്ലാസും രണ്ടും. അപ്പൊ അത് MBBS കുട്ടികൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ വരെയുള്ള പരീക്ഷയ്ക്ക് ഈ മോഡൽസ് ആണ് വെക്കുക, യൂണിവേഴ്സിറ്റി പരീക്ഷ. അപ്പൊ ഒരു മോഡൽ ഉണ്ടാക്കാൻ ഏകദേശം എത്ര സമയം എടുക്കും? ഇല്ല, ഈ മോഡലുകൾ ഉണ്ടാക്കുന്നതും ഈ നമ്മൾ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ചില ദിവസം 1 ദിവസം ഉണ്ടാക്കും, ചിലപ്പോൾ 10 ദിവസം വേണം. ഇപ്പം കൈയിന്റെ ഡീറ്റെയിൽസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കൈയിന്റെ മസിൽസ്, വെയിൻ, ആർട്ടറി, ടെൻഡൻ, സർവ്വ ഡീറ്റെയിൽസ് ചെയ്യും. അത് ചെയ്യാൻ ചിലപ്പോൾ 3 ദിവസം മതി, ചിലപ്പോൾ 10 ദിവസം വേണം, ചിലപ്പോൾ 1 ദിവസം ചെയ്യും. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം. അതെ, കുട്ടികൾക്ക് പഠിക്കേണ്ടത് എല്ലാം ശരീരശാസ്ത്രം വളരെ ഏത് സാധനം, ക്രോസ് സെക്ഷൻ ആയാലും ഏതിന്റെ ഭാഗമായാലും. ഇപ്പം അങ്ങയുടെ ഈ അത്തരം മോഡലുകള് പ്രത്യേകിച്ച് ഈ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യ ശരീരത്തിന്റെ മാതൃകകള് കേരളത്തിന് പുറത്തും ഏതൊക്കെ ഉണ്ട്? ഇപ്പോഴേ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ്, MES മെഡിക്കൽ കോളേജ്, കാരക്കോണം മെഡിക്കൽ കോളേജ്, അഞ്ചർക്കണ്ടി മെഡിക്കൽ കോളേജ്, സുള്ളിയ മെഡിക്കൽ കോളേജ്, അമൃത മെഡിക്കൽ കോളേജിൽ ആദ്യം കുറച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ അവിടെ ഒരു ഡോക്ടർ ചെയ്തു. അങ്ങനെ നിരവധി. പിന്നെ ഡൽഹി ദന്തൽ കോളേജിലേക്ക് എൻ്റെ മോഡൽസ് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ വിവിധ കോളേജുകൾക്ക് തന്നെ പറയാം. അപ്പൊ ഇത് എങ്ങനെയാ നിങ്ങളുടെ അക്കാഡമിക് ആയിട്ടുള്ള അവിടുത്തെ ഡോക്ടർമാര്? നിങ്ങളിപ്പം പിന്നെ അനാറ്റമി അല്ലെങ്കിൽ ബയോളജി ഡിഗ്രിക്ക് SSLC വരെ പഠിച്ചിട്ടുണ്ടാവും, ഈ സുവോളജി ആയിട്ടുള്ള കാര്യങ്ങള്. അപ്പൊ ഈ രൂപങ്ങൾ എത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന പറയുമ്പോൾ പിന്നെ അമൃത കോളേജിൽ അവിടുത്തെ ഡോക്ടർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ അല്ലാത്തൊരാൾ ഇത് ചെയ്യുമ്പോൾ അവരുടെ അധ്യാപകരുടെ ഒരു അഭിപ്രായം എന്തായിരുന്നു? ഇല്ല, ഏറ്റവും ഏത് ചെയ്താലും ബെസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ പെരിയാരം മെഡിക്കൽ കോളേജിനെ നമ്പർ 1 ആയിട്ട് അറിയാൻ കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള മെഡിക്കൽ എക്സിബിഷൻ നടത്തിയത് മുഴുവനും പെരിയാരം മെഡിക്കൽ. അതിന്റെ ചുമതലക്കാരൻ ഞാൻ തന്നെയായിരുന്നു. എല്ലാ സ്ഥലത്തു നിന്നും അവാർഡ് കിട്ടിയിട്ടുണ്ട്. എവിടെ എക്സിബിഷൻ നടത്തിയാലും അതിനൊക്കെ നമ്പർ 1
1-ാം നമ്പർ എന്നത് മെഡിക്കൽ കോളേജിനാണ്. അങ്ങനെ ഏറ്റവും മെഡിക്കൽ കോളേജിനൊക്കെ ശ്രദ്ധേയമായി കൊണ്ടുവന്ന് ഞാൻ തന്നെയാണ് ഞാൻ കരുതുന്ന ചുമതല. അഭിമാനത്തോടു കൂടി. കാരണം തിരുവനന്തപുരം മുതൽ അതുകൊണ്ട് ഈ മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ അവരുടെ മനസ്സിൽ അവർ പഠിച്ച ആ രൂപങ്ങളിൽ ഒപ്പം പഠിപ്പിച്ച അധ്യാപകരുടെ രൂപം കൂട്ടത്തിലെ അങ്ങയുടെ പേരും അവരുടെ അല്ലെ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കിയ ആളെ അവർ അറിയുമല്ലോ. പെരിയാർ മെഡിക്കൽ കോളേജിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ചിട്ട് അവിടുത്തെ അങ്ങയെ ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തിച്ച ഹൃദയത്തിന്റെ രൂപമൊക്കെ അത് നമുക്ക് ഈ അടുത്ത അധ്യായത്തിൽ അല്ലെങ്കിൽ കാവ്യസൗഹൃദത്തിന്റെ അടുത്ത അധ്യായത്തിൽ പറയാൻ തോന്നുന്നു. നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ടല്ലോ. ഈ അധ്യായം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ചിത്ര ശില്പകലാരംഗത്ത് വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച ഒരു മഹനീയ വ്യക്തിത്വം രവീന്ദ്രൻ തൃക്കരിപ്പൂർ. രവീന്ദ്രൻ തൃക്കരിപ്പൂരിന്റെ കലാവഴികളിലൂടെയാണ് കാവ്യസൗഹൃദ വേദിയിൽ നാം ഇത്രയും നേരം സഞ്ചരിച്ചത്. രവീന്ദ്രൻ തൃക്കരിപ്പൂരിന്റെ അനുഭവങ്ങൾ ഇനിയും ഏറെയുണ്ട്. ചിത്ര ശില്പകലാരംഗത്ത് അദ്ദേഹം നടത്തിയ വേറിട്ട യാത്രകൾ, വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ, വിസ്മയകരമായ ആ ജീവിത വഴികൾ, ആ കലാവഴികൾ കാവ്യസൗഹൃദത്തിന്റെ അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം, കേൾക്കാം. കാവ്യസൗഹൃദത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച രവീന്ദ്രൻ തൃക്കരിപ്പൂരിന്റെ കലാവഴികളുടെ വിശേഷങ്ങളുടെ തുടർച്ച നമുക്ക് ഈ സൗഹൃദ വേദിയിൽ കാണാം. സ്നേഹം, സന്തോഷം.